അപ്പം ഞാൻ ഹസ്ബൻഡ് സ്കൂളിൽ പാരൻസ് മീറ്റിംഗ് ഉണ്ട്, അതിന് പോവാണ് അല്ലേ ഹസു? നല്ല കുട്ടിയായി കിട്ടാ. അപ്പം ഹസുവിനെ കൊണ്ടുപോകുന്നില്ല, രക്ഷിതാക്കൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പോവാണ്, കാരണം അവരെ എക്സാമിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനും ഇതൊക്കെ വേണം. അപ്പോ നമ്മളെന്തെങ്ങട്ടമ്മ ഇന്ന് എവിടെയും പോവാ, കാലിക്കറ്റ് പോയിട്ട് അവിടെ എന്തെങ്കിലും അല്ലേ കുറച്ചൊന്ന് കറങ്ങണം എന്ന് വിചാരിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് പോരും ചെയ്യാം. ഫുഡ് കഴിച്ചു. അപ്പം നമ്മൾ ഇപ്പം ഏകദേശം ഒരു 10:30 അല്ലേ, 10 ടൈമിൽ 11 മണീൻ്റെ ഇടയിൽ ഇറങ്ങുകയാണ്. അപ്പം അമ്മതാ നമ്മൾ വാങ്ങിച്ച പുതിയ ചെരുപ്പൊക്കെ ഇട്ടാണ്, സുന്ദരി ആയിരുന്നില്ലമ്മ. പോവല്ലേ? എന്തെങ്കിട്ടാ പോണേ ഹസു? കാലിക്കറ്റ് പോവാ. അപ്പം നമ്മൾ കാലിക്കറ്റ് എത്തിയിട്ട് ആദ്യം ഞാൻ പോയത് ടോയ്സിൻ്റെ ഷോപ്പിലേക്കാണ്. എന്താണെന്ന് ചോദിച്ചാൽ ഹസുവിന് എക്സാമിൽ മാർക്കൊക്കെ ഉണ്ടായാലും ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരണ്ടെന്ന് അവനോട് പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ഫോഗസ്റ്റ് കാർഡൊക്കെ കണ്ടു, നല്ല ഹാപ്പി ആയിട്ടോ ഞാൻ. മാഷാ അല്ലാ കുഴപ്പമില്ലാത്ത. നിങ്ങൾക്ക് എന്താ ടോയ്സ് ആണോ? ഭക്ഷണ ഈ അടുത്ത് നമ്മളെ പർച്ചേസിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞില്ലമ്മ. അതിന് ഇഷ്ടായില്ലേ? അപ്പം നമ്മൾ കാലിക്കറ്റ് എത്തി തന്നെ ഉച്ച ടൈം ആയിട്ടുണ്ട്. അപ്പം നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരെ കയറിയത് നെയ്തിക്കാണ്. അപ്പോൾ ഇവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റാണെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ എന്തായാലും എന്തോ ഒരു ഭാഗ്യത്തിന് നമുക്ക് സീറ്റൊക്കെ കിട്ടി. അപ്പം നമ്മളൊരു ഹാഫ് കുഴിമന്തി കറി കോളേജോ? ഈ കല്ലമ്മക്കായ കഴിക്കാ നമ്മ എന്താ കഴിക്കണേ? നിങ്ങൾക്കില്ല ചായ നിങ്ങൾക്ക് എന്താ പൽച്ചായ ഉണ്ടമ്മ? കട്ടൻ ചായ മതിയോ? ഉമ്മക്ക് ഇതാ ഉമ്മാൻ്റെ കട്ടൻ ചായ. സ്ട്രോങ് അത്ര വേണ്ടിയില്ലായിരുന്നോ? വെള്ളം വരാൻ പറ്റിയാകും. വെള്ളം വരിക. അപ്പം ഞങ്ങളിതാ ഈവനിങ് കാലിക്കറ്റ് ബീച്ചിൽ എത്തിയിട്ടുണ്ട് അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും വേണ്ടേ അമ്മ? ഒരു പൈനാപ്പിൾ, ഉപ്പിലിട്ട പൈനാപ്പിൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ വെയിലും കൊണ്ട് പോരുന്നമ്മ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐശ്വര്യതി കഴിക്കണം അല്ലേ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? പൈനാപ്പിൾ അതിമ്മ? ഒന്നും വേണ്ട. പള്ളിയിൽ മന്തി ഉണ്ട്. പള്ളിയിൽ മന്തി ഉണ്ട്. പൈനാപ്പിളോ? എനിക്ക് വേണ്ടമ്മ. ഐസോ? വേണ്ട, കുറച്ച് കഴിച്ചോട്ടെ. വേണ്ട. നിങ്ങളെന്താ മൈസാണെന്നാ? ക്ഷീണിച്ചോ? ക്ഷീണിച്ചായി വെയിലേ. അസുവാ എന്ത് പറ കിട്ടിയ? ചോക്കോബാറോ മാംഗോബാറോ? വെയില് വെള്ളത്തിനായി. പച്ചവെള്ളത്തിൽ ക്ഷീണിച്ചോ? പച്ചവെള്ളത്തിന് നല്ലൊരു വെള്ളം കുട്ടിയിലുണ്ട്. അസു വീണ്ടട്ടോ. ക്ഷീണിച്ചില്ലേ? വെയിലും കൊണ്ട്.
എന്തുകൊണ്ട് അപ്പോൾ ബീച്ചിലെ വെയിലൊക്കെ കൊണ്ട് നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ ബീച്ചിൻ്റെ അടുത്തുള്ള ഈ ഒരു ഗണേഷ് ഫ്രൂട്ട്സ് ആൻഡ് ജ്യൂസ് ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസ് ഐറ്റംസ് കിട്ടും. അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. നിങ്ങൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടാണ് പോന്നിട്ടുണ്ടായി. ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. എന്നും കുടിക്കണം എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ ഉമ്മാക്ക് ഈ ഒരു സ്പോട്ടോട് ഞാൻ കാണിച്ചു കൊടുത്ത് അവിടുന്ന് ഉമ്മാക്ക് മാംഗോ ഷേക്കും അതുപോലെ തന്നെ എനിക്ക് ബ്ലൂബെറി ഷേക്കുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ടേസ്റ്റ് ഉണ്ട്, ഒരു രക്ഷയില്ല. മാംഗോക്ക് 50 രൂപയും ബ്ലൂബെറിക്ക് 80 രൂപയാണ്. പക്ഷെ നല്ല ടേസ്റ്റ്, നല്ല ഫ്രൂട്ട്സിൻ്റെ ഫ്ലേവർ നല്ല വരുന്നുണ്ട്. അപ്പോൾ ഒറിജിനൽ ഫ്രൂട്ട് കൊണ്ട് തന്നെയാണ് ഇവർ എല്ലാ ജ്യൂസും ഉണ്ടാക്കുന്നത്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. നമ്മൾ കേൾക്കാത്ത ഒരുപാട് പേരുകളുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇക്കാക്ക് ഷർട്ട് എടുക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇക്കാക്കുള്ള ഷർട്ടൊക്കെ ഞാനാണ് എടുത്തു കൊടുക്കാറ്. കാരണം എൻ്റെ സെലക്ഷനാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് എന്നോടാണ് അധികം കൊണ്ടുവരാൻ പറയൽ. അപ്പോൾ ഒരു ഷോപ്പിൽ പോയിട്ട് ഞാൻ രണ്ട് ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. പിന്നെ പോരുന്ന വഴിയിൽ റോഡ് സൈഡിൽ എനിക്കിഷ്ടപ്പെട്ടുള്ളൊരു സംഭവം കണ്ടു കേട്ടോ. അപ്പോൾ അവിടെ വണ്ടി ചവിട്ടി 100 രൂപ ആണ് 10 പീസിന്. നൊങ്കാണ്. പല ആളുകൾക്ക് ഇഷ്ടമാവും, ചില ആൾക്കാർക്ക് ഈ ഒരു ചമർപ്പ് ഇഷ്ടം ഉണ്ടാവില്ല. സംഭവം എന്തായാലും എനിക്കും ഹസ്ബൻഡിനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഒരു 10 പീസ് വാങ്ങിച്ചു. പിന്നെ നമ്മൾ ഇവിടെ ഒരു പാലല്ലേ നമ്മളെ മാവൂര്, അവിടെ ആ ഒരു പാലത്തിൽ കുറച്ച് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിരിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് നേരം അവിടെയും ഇരുന്നു കേട്ടോ. ഏകദേശം ബാങ്കൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തായാലും ഒരു വിധ സ്ഥലത്തൊക്കെ സ്പെൻഡ് ചെയ്ത് നമ്മൾ അസോ നിങ്ങൾക്ക് കട്ടൻ കാപ്പി കേട്ടോ വാങ്ങിയേ. ഞാൻ എനിക്ക് പാൽ കാപ്പി വാങ്ങി. രസല്ലേ? വേറെന്തേ വേണമ്മ? അസുവിനെന്താ ചായ ആണോ? അതിനോന് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അപ്പോൾ ഒരു 7 മണിയൊക്കെ ആനായിട്ടുണ്ടാവും അല്ലേ? 6:30 അല്ല 7 മണി. ഞങ്ങളിവിടെതാ പാലത്തിൻ്റെ അവിടെ എന്താണ്ട് നല്ല കട്ടൻ കാപ്പിയൊക്കെ കുടിക്കുക അല്ലേ. അപ്പോൾ കാലിക്കറ്റ് പോവാണ്. അസു നല്ല ടയർഡായിനോ, അവന് ഉറക്കം വരുന്നുണ്ടല്ലേ അസു? റോഡ് സൈഡിലാണ്. ഇവിടെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. വേറെ വൈബ്, നല്ല കാറ്റൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്നത്തെ യാത്രകളൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം നൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാർസൽ വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇനി വീട്ടിലെത്തിയിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടയേർഡാവില്ലേ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വാങ്ങി പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇടവണ്ണപ്പാറുള്ള മമതയിൽ അവിടെ ഇരിക്കുകയാണ്. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹസും ഉമ്മമ്മയും ഇവിടെ ഊഞ്ഞാലൊക്കെ ആടി ആ ഒരു ടൈമിൽ ഇവിടെ എൻജോയ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ ലൈഫിൽ നമ്മൾ കിട്ടുന്ന എല്ലാ സംഭവവും മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റുന്നവർ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന വ്യൂസ് ഉണ്ടെങ്കിൽ ഈ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ നിൽക്കുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ ഫാമിലി വ്ളോഗൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഉമ്മയും ഹസൂദ നല്ല ഊഞ്ഞാലൊക്കെ ആടി. ഹസു ഇതെന്തൊക്കെ എന്താ എനിക്കറിയില്ല. ഹസുവിന് ഇഷ്ടപ്പെട്ട നോക്കല്ലത്. അത് നമുക്ക് ഫ്രിഡ്ജ് വെക്കാം, പപ്പ എന്നിട്ട് കഴിക്കട്ടോ. എന്തൊക്കെയാ വാങ്ങിയത്? ഇതെന്തിനാ വാങ്ങി തന്നെ എനക്കറിയോ? എന്തിനാ? എന്റെ കുട്ടിക്ക് നല്ല മാർക്ക് ഉള്ളതുകൊണ്ട് മാത്രം അമ്മ വാങ്ങി തന്നെ. ഇനിയും പഠിക്കൂല, നല്ല കുട്ടിയായി. നമുക്ക് എന്തൊക്കെയാ അമ്മയ്ക്ക് വാങ്ങിയത് നോക്ക്. ഇത് കുറേ ദിവസമായിട്ടാവും പറയുന്നത് സ്പൈഡറിൻ്റെ ഇത് വാങ്ങിക്കണം എന്ന്. എന്തോ ഒരു ഗെയിം എന്താ തോന്നുന്നു, എന്താണെന്ന് എനിക്കറിയില്ല. കുറേ ദിവസമായി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വാങ്ങിയെടുത്തതിൻ്റെ കാരണം അവന് എക്സാമിൻ്റെ മാർക്ക് നല്ല ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ കുറേ ആയിട്ട് ടോയ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു ലോറി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ പിന്നെ അവന് ഇഷ്ടപ്പെട്ട ഒരു ബൈക്കും വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണിപ്പോൾ അവന് ടോയ്സ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. പിന്നെന്താ, പിന്നെ അസുവിനെ അമ്മച്ചി വാങ്ങിച്ചിട്ടുണ്ടാ കുറേ. പിന്നെ അവന് ഭയങ്കര ഇഷ്ടമാണ് കളറിങ് ബുക്കും പിന്നെ അക്ഷരമാല, അങ്ങനെ ഒരു 8-10 ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ.
അവനിങ്ങനെ എഴുതി പഠിക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സിൻ്റെ കളർ ബുക്കും പിന്നെ ലെറ്റേഴ്സ് ഉള്ളതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ അവനൊരു ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട്, വാട്ടർ ബോട്ടിലാണ്. പിന്നെ അവന് 2 ക്രയോൺ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കൊക്കെയാ ഈ ഒരു ചാർജറിന്റെ വള്ളി മാത്രമേ ഉള്ളൂ. അസൂന് ഇത്രയും സാധനോ? അപ്പൊ ഇത് എന്തിനാ വാങ്ങിച്ചെന്നറിയോ? അതേമാതിരി ഇനി എക്സാമിന് ഫുള്ള് മാർക്ക് കിട്ടിയാൽ വെച്ച് ഇനി വാങ്ങിത്തരും. അപ്പൊ ഇത് അപ്പോ ഇത് പിന്നെ ഇക്കാക്ക് ഞാൻ അവിടുന്ന് സെലക്ട് ചെയ്ത ഈ ഒരു 2 ഷർട്ടാണ് കേട്ടോ. കാരണം എനിക്ക് ഈ ഒരു കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ വേറൊരു ഷെയ്ഡുണ്ട്, ഒരു മോഡലാണ്. ഈ 2 കളറും നല്ല ഭംഗിയുണ്ടാവും. ഇക്കാക്ക് അധികം ഞാൻ തന്നെ ഉണ്ട് പർച്ചേസ് ചെയ്ത് കൊടുക്കൽ. കാരണം ഞാൻ എടുത്ത് കൊടുക്കുന്ന ഷർട്ടായിരിക്കും അധികം ഇക്ക ഇടാറ്. എനിക്കാണ് നല്ല സെലക്ഷൻ അറിയാമെന്ന് പറഞ്ഞിട്ട് എന്നോടാണ് കൊണ്ടിരിപ്പിക്കൽ. അപ്പോൾ ഈ ഒരു ഷർട്ടിൻ്റെ ഈ ഒരു സ്ലീവിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്തിട്ടുള്ളൊരു മോഡലാണ്. പിന്നെ ഡബിൾ പോക്കറ്റ് വന്നിട്ട് ഒരു പ്ലെയിൻ ഷർട്ടാണ് ഇത്. പിന്നെ നോർമലി ആയിട്ടുള്ള ഷർട്ട് തന്നെയാണ്. ഇന്നെന്തൊക്കെ ലേറ്റ് ആയി? നാളെ സൺഡേ ആണല്ലോ. എങ്ങനെയുണ്ട്? എന്റെ സെലക്ഷൻ പാളലില്ല, അതെങ്ങനെയാന്നൊന്നും അറിയില്ല. ജസ്റ്റ് ഡ്രസ് ചെയ്ത് നല്ല കളറല്ലേ? എക്സലാ വാങ്ങിച്ചു. വേണമെങ്കിൽ ഒന്ന് അൾട്ടർ ചെയ്താളി വിചാരിച്ചിട്ട്. മറ്റേ നോക്കി അപ്പൊ പുതിയ വന്ന മോഡലാ. അതിന്റെ സ്ലീവ് നല്ല സ്റ്റൈലുണ്ട്. നോക്കി രസല്ലേ? നല്ലൊരു കളറ് അല്ലേ? ബ്ലാക്കിലേക്കൊക്കെ ബ്ലാക്ക് പാൻറ്റിൽ ജീനിലേക്ക് നല്ല ഭംഗിയില്ല അല്ലേ? നോക്കിയൊക്കെ ചിലപ്പോ ഷേപ്പ് ചെയ്യേണ്ടി വരും. നിങ്ങളൊന്ന് ഷേപ്പ് അല്ലേ? പെണ്ണുങ്ങളാണല്ലോ സെലക്ട് ചെയ്യലേ. പാളലില്ല, അപ്പൊ അതുകൊണ്ടാണ് 2ഉം കൽപ്പിച്ചെടുത്ത്. നോക്കട്ടെ, ഡ്രസ് ചെയ്ത് വരി നോക്കട്ടെ. ഓന് ഫുൾ A+ കിട്ടിയോണ്ടാ ഞാൻ ഇത്രയും ടോയ്സ് ഒക്കെ വാങ്ങിച്ചു കൊടുത്ത്. നാളെ നിങ്ങളെ വക എന്താ? ചോക്കോസും പിന്നെന്തേനി അനക്കെന്ത് ചോക്കോസും പിന്നെന്തേനി ന്യൂട്രലല്ലേ? ഓനിക്ക ചോക്കോസും ന്യൂട്രലും വാങ്ങിച്ചു കൊടുക്കണ്ട നാളെ. അപ്പൊ എക്സാമിനൊക്കെ നല്ല മാർക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് ഓന് കൊറേ സാധനം വാങ്ങിച്ചു കൊടുത്തേണ്. ഉമ്മച്ചിന്റെ വക, ഈ പപ്പന്റെ വക നാളെ കേട്ടോ. സ്ലീവിനൊക്കെ കട്ടിങ് അതൊന്നും ചെയ്യാനില്ലല്ലേ? കറക്റ്റ് ഫിറ്റിംഗ് ആണല്ലേ? കുറച്ചൊന്നും ഉണ്ടെങ്കിൽ അത് അലക്കുമ്പോ വേണമെങ്കിൽ ഒന്ന് ഇതാ മതി. നോക്കി അപ്പോൾ എന്തായാലും ഇക്കാക്ക് ഞാൻ എടുത്തെടുത്ത ഷർട്ട് 2 ഇഷ്ടമായി. അപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. കാരണം ഞാൻ എടുത്തെടുക്കുന്നത് സാധാരണ ഇഷ്ടപ്പെടാറുണ്ട്, ഇനി ഇത് ഇഷ്ടപ്പെടില്ല എന്നൊരു ഡൗട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഫാമിലി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോസ് വരുന്നത് തൽക്കാലം നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും നാളെ വീഡിയോ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കാണാൻ വിട്ടുപോകരുത്. നമ്മൾ ഡെയിലി വീഡിയോ ഇടുന്നതാണ്. രാവിലെ 12 മണിക്ക് നമ്മളെ വീഡിയോ എന്നും പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാൻ മറക്കരുത്. ബൈ.